നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ടേം ആണ് സ്മാർട്ട് സിറ്റി എന്ന്. നമ്മളെപ്പോഴാണ് ഒരു സിറ്റിയെ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സിറ്റി എപ്പോഴാണ് സ്മാർട്ട് സിറ്റി ആവുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതായത് ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു സിറ്റിയിലെ എല്ലാ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയും അവിടുത്തെ എല്ലാ സർവീസസും ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് ആ സിറ്റിയെ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കാം, അല്ലേ? എന്തൊക്കെയാണ് ചാലഞ്ചസ്? ട്രാൻസ്പോർട്ടേഷൻ ചാലഞ്ചസ്, പാർക്കിംഗ് ഇഷ്യൂസ്, സസ്റ്റൈനബിലിറ്റി ചാലഞ്ചസ്. ഇതൊക്കെ സോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സിറ്റിയെ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കാം. ഇതിൽ നിന്ന് നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ആ സിറ്റിയിലുള്ള ആൾക്കാരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഉദാഹരണത്തിന്, ഞാനൊരു സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു ആപ്പിലൂടെ എനിക്ക് മെസ്സേജ് വരികയാണ്, ആ സിറ്റിയിൽ പോകുന്നത് ഇപ്പോൾ പോകണ്ട, ആഫ്റ്റർ 8 o'clock യു ഗോ, അപ്പോൾ അവിടെ പാർക്കിംഗ് കിട്ടും. ഇങ്ങനെയുള്ള മെസ്സേജ് വരുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം യൂസ്ഫുള്ളായിരിക്കും. ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ സിറ്റിയെ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കാം. ടെക്നോളജി ഇതിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സച്ച് ആസ് IoTയെ പറ്റി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ലൈഫിനെ ഡിസ്ട്രപ്റ്റീവ്, അതായത് അത്രയും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മേഖലയാണ് IoT എന്നുള്ളത്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള. ഈ സ്മാർട്ട് സിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ IoTയുടെ സ്ഥാനം വളരെ വളരെ വലുതാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബാക്ക്ഡ് ബൈ മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ബിഗ് ഡേറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സ്മാർട്ട് സിറ്റി നമുക്ക് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു സിറ്റിയെ സ്മാർട്ട് സിറ്റി എന്ന് വിളിക്കാം, അപ്പോൾ ഈ ടെക്നോളജി എവിടെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദിസ് ഈസ് അനീഷ് കുമാർ ആൻഡ് വെൽക്കം ടു എംപവർ. അപ്പോൾ സ്മാർട്ട് സിറ്റി എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ മീനിങ്? എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യും? അതായത് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ ആക്സസ് ഉള്ളതാണോ? അല്ലെങ്കിൽ നമുക്കൊരു RFID വെച്ചിട്ട് അതിൽ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സച്ച് ഇൻ ദുബായ് ഇറ്റ് ഹാപ്പൻസ്, നമുക്ക് മെട്രോയിൽ കയറാം, സെയിം RFID വെച്ച് ബസ്സിൽ കയറാം, സെയിം RFID വെച്ച് നമുക്ക് ടാക്സിയിൽ കയറാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിസ്റ്റമാണോ? അല്ലെങ്കിൽ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ, അതായത് ഓട്ടോണമസ് കാറുള്ള സിറ്റിയാണോ? ഇതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിയുടെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പക്ഷേ ഇതല്ല ആക്ച്വലി മീൻ ബൈ സ്മാർട്ട് സിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്മാർട്ട് സിറ്റി, എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്തൊക്കെ ടെക്നോളജി എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് സിറ്റിയെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് വൺ കംസ് ഈസ് എഫിഷ്യൻസി. സിറ്റി എങ്ങനെ എത്രയും എഫിഷ്യൻ്റാക്കി മാറ്റാം. അതിൽ കുറേ കമ്പോണൻസ് ഉണ്ട്. ഈ എല്ലാ കമ്പോണൻസും IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ സഹായത്തോടെ തന്നെയാണ് റൺ ചെയ്യുന്നത്, ഫ്രണ്ട് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്തായിരിക്കും? ട്രാൻസ്പോർട്ടേഷൻ ചാലഞ്ചസ് ഇൻ എ സിറ്റി. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്മാർട്ട് സിറ്റി ഉള്ളവർ തന്നെ കൂടുതൽ സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടാകും. അതിൽ തന്നെ ഡേറ്റ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്ന, വൈഫൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നവർ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത്രയും ഇതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ നമുക്കൊരു ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്, നമ്മളൊരു ആപ്പ് വഴി നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ബസ്, എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലുള്ള ബസ് എവിടെ എത്തിയെന്ന് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ലൈവായിട്ട് നമുക്ക് ഈ ഡേറ്റ, ഹൈ സ്പീഡ് ഡേറ്റ നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്കതിനെ ട്രാക്ക് ചെയ്തിട്ട് എപ്പോഴാണ് ആ ബസ് നമ്മളെ അടുത്തെത്തുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള, അതുപോലെ തന്നെ എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ട്രാൻസ്പോർട്ടേഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. എത്രത്തോളം ട്രാക്ക് ചെയ്യുന്നതോ അത്രയും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എഫിഷ്യൻ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തത് ഓട്ടോമേറ്റഡ് സിഗ്നലിംഗ് സിസ്റ്റം. നമുക്കറിയാം, എല്ലാ സിറ്റിയിലും ഇപ്പോൾ സിഗ്നൽസ് എല്ലാം ഒരു മനുഷ്യനെയും കാണാൻ പറ്റില്ല, ഒരു ട്രാഫിക് പോലീസ് എന്ന കോൺസെപ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. സിഗ്നൽസ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. പക്ഷേ അതിലെങ്ങനെയാണ് നമ്മൾ ഇൻ്റലിജൻസ് അവിടെ കൊണ്ടുവരിക? അവിടെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് വരുമ്പോൾ അതിനൊരു പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഈ സിഗ്നൽ സിസ്റ്റം പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡയറക്ഷനിലുള്ള ബസ്സുകളുടെ ഡെൻസിറ്റി, ഈ IoT ഡിവൈസസ്, സെൻസേഴ്സ് ഉള്ള റോഡ്സ് ആയിരിക്കും അതിന് മനസ്സിലാവും ഇത്രയും ഡെൻസിറ്റി ഈ ട്രാക്കിലുമ്പോൾ അവിടെയുള്ള ടൈമിംഗ് കൂട്ടിയിട്ട് കൂടുതൽ പ്രയോറിറ്റി ആ ട്രാക്കിന് കൊടുക്കുന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള സിഗ്നലിംഗ് സിസ്റ്റം ഇപ്പോൾ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് തന്നെയാണ്. മൂന്നാമത്തത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് അറിയാമല്ലോ, നമ്മളുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുമുള്ള ഒരു മേഖലയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. IoT സെൻസേഴ്സ് വെച്ച് നമുക്ക് സാധാരണ എങ്ങനെയാണ് ഒരു വേസ്റ്റ് മാനേജ് ചെയ്യുക?
നമ്മളൊരു ഒരു സ്കെഡ്യൂൾഡ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ IoT സെൻസേഴ്സ് ഈ ബിന്നിൽ വയ്ക്കുമ്പോൾ എപ്പോഴാണിത് സ്കെഡ്യൂൾഡ് അല്ലാതെ ഒരു ഓൺ ഡിമാൻഡ് പിക്കപ്പ് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ആസ് എ സർവീസ് എന്നുള്ള ഫെസിലിറ്റി വന്നു തുടങ്ങിയിരിക്കുന്നു. അതായത് എപ്പോഴാണ് അത് ഫില്ലാവുന്നത് അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള അതിനൊരു സ്മാർട്ട് സിറ്റിയുടെ വലിയൊരു ഭാഗം തന്നെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ബൈക്ക് ഷെയറിങ്, റൈഡ് ഷെയറിങ്, എനർജി മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഒരു സ്മാർട്ട് സിറ്റിയുടെ ഒരു കമ്പോണൻസ്, എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്ന കമ്പോണൻസ് തന്നെയാണ്. അടുത്തത് റെസ്പോൺസീവ്. നമ്മൾ എഫിഷ്യൻസിയെ പറ്റി പറഞ്ഞു, എഫിഷ്യൻസിയുടെ കമ്പോണൻസ് പറഞ്ഞു. അതുപോലെ തന്നെ റെസ്പോൺസീവ്. എങ്ങനെ ഒരു സിറ്റി എങ്ങനെ റെസ്പോൺസീവ് ആവുന്നു? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിന്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സിറ്റിയിലെ ഒരു സ്പെസിഫിക് ഷോപ്പിംഗ് മാളിൽ പോകണം. അപ്പോൾ ഞാൻ ആപ്പിലൂടെ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആപ്പിൽ പ്രഡിക്ഷൻ വരികയാണ്, ഈ സമയത്ത് ആ ഷോപ്പിംഗ് മാളിൽ പോയാൽ നിങ്ങൾക്ക് പാർക്കിംഗ് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇങ്ങനെയുള്ള റെസ്പോൺസീവായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ഇതാണ് റെസ്പോൺസീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെൽഫ് അവെയർനെസ്. അതായത് ഒരു സ്മാർട്ട് സിറ്റിയിലെ ഒരു റെസ്റ്റോറൻറ്റിന് ഒരു അവെയർനെസ് ബിൽഡ് ചെയ്യുന്ന സപ്പോർട്ട് സിസ്റ്റംസ്. ഫോർ എക്സാമ്പിൾ, ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. നമ്മളെങ്ങനെയാണ് സാധാരണ പോകാറ്? GPS ആ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഡയറക്ഷൻ നോക്കി പോകുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ കംപ്ലീറ്റ് വ്യൂ, ഇമേജ് റെക്കഗ്നേഷൻ സിസ്റ്റംസ് നമുക്കുണ്ട്. അപ്പോൾ വിഷൻ API പോലെയുള്ള ഇമേജ് റെക്കഗ്നേഷൻ സിസ്റ്റം വെച്ച് ആ റെസ്റ്റോറൻറ്റിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ, റെസ്റ്റോറൻറ്റ് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാണ്, ഏത് ഇമേജസിനെയും പബ്ലിക്കലി അവൈലബിൾ അല്ലെങ്കിൽ പ്രൈവസി ഇല്ലാത്ത ഇമേജസിനെ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ ക്ലൗഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലൗഡിൽ അതിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് കാപ്പബിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ, ആ റെസ്റ്റോറൻറ്റിനെ പറ്റി നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ, ഇവിടെ എന്തൊക്കെയാണുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ ആംബിയൻസ്, നമുക്കൊരു 360 വ്യൂ കാണുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ റിവ്യൂസ് എല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതും ഒരു കമ്പോണൻറ്റ് തന്നെയാണ് ഒരു സ്മാർട്ട് സിറ്റിയുടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് അതാണ് ഫ്രണ്ട് എൻഡായിട്ട് യൂസ് ചെയ്തിട്ട് ക്ലൗഡ് ടെക്നോളജിയുടെ കാപ്പബിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഇൻഫർമേഷനും, അവിടെ നമുക്ക് മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡേറ്റയും ഒരു വലിയൊരു റോൾ തന്നെയുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രഡിക്ഷൻ സച്ച് ആസ് ഇന്ന സ്പെസിഫിക് ഏരിയയിൽ അവിടെ എത്രത്തോളം ഈ സിറ്റിയിൽ ജോബ് ഓപ്പണിങ്സ് ഉണ്ട് എന്നുള്ള പ്രഡിക്ഷൻ നമുക്ക് തരുന്ന സ്ഥിതി, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ പവർ ലൈൻസിൽ ഏതൊക്കെ ട്രീസ് വീഴാം എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് എ റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഓഫ് ദാറ്റ് സ്പെസിഫിക് പ്ലേസിലുള്ള നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. അതുപോലെ അങ്ങനെയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് അനാലിസിസ് റിസൾട്ട്സ് നമുക്ക് തരുന്ന പോലത്തെ സിസ്റ്റംസ് ഒരു സ്മാർട്ട് സിറ്റിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണ് ഒരു സ്മാർട്ട് സിറ്റി, നമ്മളെങ്ങനെ ഡിഫൈൻ ചെയ്യും, എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്കൊരു സ്മാർട്ട് സിറ്റി ആകുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾ കാണാൻ പോകുന്ന സിറ്റീസ് മുഴുവൻ സ്മാർട്ട് സിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴുള്ള നമ്മളുടെ ഡേറ്റ ടെക്നോളജീസ്, അല്ലെങ്കിൽ വൈഫൈ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് കാപ്പബിലിറ്റീസ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ എമർജൻസ്, അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പൈൻ വിത്ത് ക്ലൗഡ് ടെക്നോളജി വരുമ്പോൾ എല്ലാം നമുക്ക് സ്മാർട്ട് ആക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്യാവുന്നതാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, ആൻഡ് താങ്ക് യു വെരി മച്ച്. See you next week.